ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ വന്നിട്ട് കംപ്ലയിൻസുകൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബൾബ് തെളിയുന്നില്ല, പാർക്ക് ബൾബ്, അതേപോലെ മൈലേജ് ചെക്കപ്പ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങാണ്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. ബ്രേക്കൊക്കെ ലൈനർ മാക്സിമം തീർന്ന് നിൽക്കണം കേട്ടോ. ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറും ഫുള്ള് തീർന്നതാണ് ഒരവസ്ഥയാണ്. ഈ സൈഡിലെ ഇത് വരെ നോക്കണ്ട, സെൻട്രൽ ലൈൻ ഒട്ടും പിടുത്തമില്ലാത്ത രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് ടയർ ചേഞ്ച് ചെയ്തിടേണ്ടി വരും. ഫ്രണ്ട് ബ്രേക്ക് അല്ല, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ മാറ്റേണ്ടി വരും. പിന്നെ ഉള്ളത് ബ്രേക്ക് കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് ബാക്കിലേക്ക് വരുന്ന ബ്രേക്ക് കേബിളും ഫ്രണ്ടിലേക്ക് പോകുന്ന ബ്രേക്ക് കേബിളും ബാക്കിലത്തെ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ എന്തേലും മാറ്റിയിടണം. അപ്പോൾ കൂട്ടത്തിലുള്ള 3 ബ്രേക്ക് കേബിൾ ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കണേ. പുതിയ ഫിൽറ്ററാണ്. നമ്മൾ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിനകത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ ബെൽറ്റും അതേപോലെ ക്ലച്ച് ഷൂ ഒക്കെ ഉരഞ്ഞിട്ട് അതിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, വേറെ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ. ബെൻഡെക്സൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ബാക്കിൽ വരുന്ന പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഈ പിന്നുകൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്ന്, റബ്ബർ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാം. കാരണം അതും ഒരു ചെറിയ തേമാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വീണ്ടും കിടക്കും തോറും നമുക്ക് ഈ വീലുകൾക്ക് ആ ഹോൾ ഓവലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിട്ട് ഏകദേശം ഒരു 100 രൂപ താഴെ റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ മൈലേജ് ഷോട്ട്, അതേപോലെ തന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകും. ആ ഒരു കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. ആ മൈലേജിൻ്റെ കേസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് ശരിക്കും. അപ്പോൾ സ്ലോ ജെറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടേണ്ടി വരും. ബാക്കിത്തെ നമുക്ക് ക്ലീനർ ഉപയോഗിച്ചിട്ട്, കാർബേറ്റർ ക്ലീൻ ചെയ്യണ സ്പ്രേ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യരുത്. കാരണം അതിൻ്റെ ഈ നോസിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ പൈപ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി അടിക്കണമെങ്കിൽ അതാ പറ്റുള്ളൂ. കാരണം ഞാൻ പെട്രോൾ ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഈ കാർബൺ കണ്ടൻറ്റ് പുറത്തേക്ക് പോരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലീനർ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഈ ഓവർഫ്ലോൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ ചെറിയൊരു ഇതുണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാം കേട്ടോ തൽക്കാലം. കാരണം ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോഴത്തേക്കും പുകയുടെ മറ്റേ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിൽ കാണുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിളൊക്കെ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻറ്റ്. കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് ഇതുണ്ടാവും, ഈ കേബിളൊക്കെ ഫുള്ള് ഔട്ടർ വലിഞ്ഞിട്ട് ഇന്നർ ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. കാരണം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ ഇത്രയുണ്ട്, ഇത് തന്നെ ഔട്ടർ വലിഞ്ഞേക്കണേ. അപ്പോൾ ഇതും നിൽക്കണുണ്ടോ, ഇത് ബ്രേക്ക് പിടിച്ച് അങ്ങടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല. ഓൾറെഡി ആ ഔട്ടറിനകത്ത് ടച്ച് ചെയ്ത അവസ്ഥയിൽ നിൽക്കുക. അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നറിന് ലെങ്ത്ത് വരില്ല, ഔട്ടർ ഇവിടെയൊക്കെ പൊട്ടിയേക്കുന്നത് കൊണ്ട് വലിച്ചിട്ട് വരും. അങ്ങനെ വലിയുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് കേബിൾ മാറ്റണ കേസ് പറഞ്ഞത്. ഫ്രണ്ടിലത്തെ എന്തെങ്കിലും 2 നിർബന്ധമായിട്ട് മാറ്റണം. കാരണം ഓൾറെഡി ഇപ്പോൾ ലോഡായിട്ട് കിടന്ന് ഓടിയിരിക്കുന്നത്. കൂട്ടത്തിക്കടെ ബാക്കിലത്തേക്കും, കാരണം എല്ലാത്തിനും ഒരേ പഴക്കമാണ്, ബാക്കിലേക്ക് പോണ കേബിളിനും അതിൻ്റേതായിട്ടുള്ള ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ ഷോക്കിൻ്റെ കുഷ്യൻ ബുഷ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. കാരണം അത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അഴിച്ചപ്പോൾ തന്നെ ബുഷൊക്കെ കൊണ്ട് ചാടി പോരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം നമുക്ക് റോട്ടിൽ വരുന്ന ആ ഷെയ്ക്ക് മൊത്തം അടിക്കണ സാധനത്തിമിക്കുന്നത്. അപ്പോൾ അത് ഇനി ഇങ്ങനെ കിടന്ന് ഓടുന്നതോറും പിന്നെ പ്ലേ കാണിച്ചാൽ പിന്നെ പെട്ടെന്ന് ചതഞ്ഞിട്ട് അത് ഷോക്കുമ്പോൾ ഒന്ന് അടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതിക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ഒരു 100 103 രൂപയൊക്കെയാണ് അതിന് റേറ്റ് തന്നുള്ളൂ. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് നോക്കുമ്പോൾ കേബിളിവിടെ പൊട്ടിയിട്ട് ശരിക്കും ടൈറ്റായി പോയേക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കേബിൾ മാറ്റുന്ന കൂട്ടത്തിൽക്കൂടെ ഈ ക്രൗണും അതിൻ്റെ പിന്നീനും മാറ്റണം. അത് പറയാൻ കാരണം വെച്ചാൽ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണേ ഈ വീലുകളെ. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി കിടന്ന് ഓടിയാണ് സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന പിനിയൻ ശരിക്കും ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്കിപ്പോൾ ആ കേബിൾ മാത്രം മാറ്റിയിടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പ്ലാസ്റ്റിക് വീലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ സാധനം സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് വീണ്ടും കയറ്റി അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അതില്ലാതിരിക്കാനായിട്ട് സ്പീഡോമീറ്റർ കേബിൾ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ക്രൗണും പിന്നെയും കൂടി മാറ്റി കളയാം. ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ലൈനറൊക്കെ ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയറായാലും നമുക്ക് ഓൾറെഡി
ഈ നല്ല ടയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ ബാക്ക് ടയർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൈയോടെ ബാക്ക് ടയർ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയറൊന്ന് റൊട്ടേഷൻ ചെയ്തിടാം. കാരണം പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഈ ടയർ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫ്രണ്ടിൽ ഇപ്പോൾ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓൾറെഡി നമുക്ക് മാക്സിമം ഉപയോഗിച്ച് പോയിക്കോളും. പിന്നെ ഓടിക്കാനും സ്മൂത്തായിരിക്കും. കാരണം നമുക്കിത് 10 ഇഞ്ച് വീലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡൽ റൊട്ടേഷൻ നടക്കും. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇരിക്കുന്നത് ആംകോൻ്റെ ബാറ്ററിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ബ്ലൂ ടൈപ്പ് ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നോക്കണുണ്ട്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.62 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കാം. പോയ ബാറ്ററി ആയിട്ടാണ്, സെൽ ഡാമേജാണ് കാണിക്കാം. നമുക്കിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വന്നേക്കാം, ചിലപ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ താമസമില്ലാണ്ട് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം വന്നേമ്പോൾ മനസ്സിലാക്കാം ഓൾറെഡി ബാറ്ററിയുടെയാണ് പ്രോബ്ലം എന്നുള്ള ദിവസം. അത് നമുക്ക് ആ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി. ഇപ്പോൾ മാറ്റമൊന്നും വേണ്ട, കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ബൾബുകൾ തെളിയുന്നില്ല. ഒന്ന് രണ്ട് ബൾബുകൾക്ക് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, ഡെയിലി കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ഉള്ളത് സ്പാർക്ക് പ്ലഗാണ്. അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയിടുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് കുഴപ്പമില്ല, പുതിയ ഫിൽറ്ററാണ്, അതങ്ങനെ ക്ലീൻ ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഓയിൽ നോക്കി ലെവൽ കുറവൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് 100% കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല കിലോമീറ്റർ എത്ര ഓടിയുണ്ടെന്നുള്ളത്. ശരിക്കും വണ്ടിയുടെ ഓയിൽ ചേഞ്ചൊക്കെ കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി. ആ ബ്രേക്കിൻ്റെ കേബിളുകൾ, ഫ്രണ്ടിലത്തെ ബുഷ്, ആ ഗ്രീൻ ബുഷ്, സ്പീഡോമീറ്റർ കേബിൾ, ക്രൗൺ പിനിയൻ, എഞ്ചിൻ ഓയിൽ, അതേപോലെ ബാക്ക് ടയർ അടക്കം എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.